ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ആളുകൾ. അപ്പോൾ അവർ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും. എങ്കിലും ചാറ്റ് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ കുറേ പേർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇവർ പല പല കാരണങ്ങളാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്ന് പറയാം. നോർമലി ആളുകൾ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇമോഷണൽ സെക്യൂരിറ്റി നഷ്ടമാവുന്ന സമയത്ത് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട്. അതായത് അവർ ഇമോഷണലി സെക്യൂർ അല്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ വരുന്ന സമയത്ത് എടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇതെടുത്ത് വെക്കുന്നുണ്ടാവുക. അവർക്കൊരു വിഷമം വരുന്ന സമയത്ത്, ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് ഇതൊന്ന് നോക്കിക്കഴിയുമ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടും. അതായത് എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഞാനും അങ്ങനെയൊക്കെ എടുത്ത് വെക്കാറുണ്ട്. ഞാൻ എടുത്ത് വെക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, അങ്ങനെ പലരും ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു സമാധാനത്തിനൊക്കെ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പ്രൂഫായിട്ട് പലരും വെക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റോങ് ആയിട്ടൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇത് എടുത്തു വെക്കാറുള്ളത്. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാണ്, അതല്ലെങ്കിൽ മെസ്സേജൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു വെക്കാറുണ്ട്. അതെന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ചു കൊടുക്കാനാണ്, ഇയാൾ ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും ഇങ്ങനെ എടുത്തു വെക്കാറുണ്ട്. അതൊരിക്കലും തെറ്റല്ല കേട്ടോ, അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് വെക്കണം, ഒരു പ്രൂഫായിട്ടൊക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ വഴക്കാവുന്ന സമയത്ത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് പിന്നീട് അത് എടുത്ത് കാണിച്ചു കൊടുക്കും. നീ എന്നോടൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ലേ, കണ്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെയൊക്കെ പലരും പ്രൂഫ് എന്നുള്ള രീതിയിൽ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മയാണ്. അതായത് നമുക്ക് ആ ഒരു പേഴ്സണെ വിശ്വാസമില്ല. ആ ഒരു പേഴ്സൺ എന്ന് മാത്രമല്ല, നമ്മൾ ആരുടെയൊക്കെ എടുക്കാറുണ്ട് അവരെ നമുക്ക് വലിയ രീതിയിൽ വിശ്വാസം ഉണ്ടായിരിക്കില്ല. എപ്പോൾ കാലുമാറും എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ രീതിയിൽ ഉള്ള ആളുകൾ, നമുക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നതാണ്, എടുത്ത് വെക്കാം എന്നുള്ളത്. അതൊരു വിശ്വാസക്കുറവിൻ്റെ ഭാഗം തന്നെയാണ്. ഒരുപാട് വിശ്വാസമുള്ള ആളുകളോടൊന്നും നമ്മളിങ്ങനെ ചെയ്യാറില്ല. ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇൻറ്റിമസിയൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആവുമ്പോൾ എടുക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാളെ വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇയാൾ എപ്പോഴാണ് ഇയാളുടെ സ്വഭാവം മാറുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ആ ഒരു വിശ്വാസക്കുറവിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെക്കാറുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ചാറ്റുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ കാര്യങ്ങൾ കുറേ തുറന്നു പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ ചാറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ കുറച്ചൊക്കെ ചാറ്റുകൾ നമുക്കങ്ങനെ മനസ്സിൽ കൊള്ളാന്നൊക്കെ പറയില്ലേ, ഭയങ്കര സന്തോഷം നൽകുന്ന കുറേ ചാറ്റുകളായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചു വയ്ക്കും. അഥവാ ആ ഫുൾ നമ്മൾ അയച്ചിട്ടുള്ള മെസ്സേജ് ചാറ്റ് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാലും സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇത്രയും നന്നായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടാവുക. അത് പലരും ചെയ്യാറുണ്ട്. എനിക്കൊന്ന് റിലേഷൻഷിപ്പിലുള്ള ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ. അത്രയും സന്തോഷമായുള്ള, ചിലപ്പോൾ അവർ ഫസ്റ്റ് ചാറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ചാറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള കുറേ മൊമെന്റ്സ് ആയിരിക്കും അങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടാവുക. അത് ഒരു ഓർമ്മിക്കലാണ്, ഇത്രയും മനോഹരമായിരുന്നു ഞങ്ങളുടെ ബന്ധം എന്നുള്ള ആ ഒരു ഓർമ്മിക്കലിന് വേണ്ടിയിട്ട് പലരും എടുത്ത് വെക്കുന്നതാണ്. അപ്പം ഇങ്ങനെയും പലരും സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. ഇതിലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇത് കാണുന്ന ആളുകളൊക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇതൊന്നല്ല, എനിക്ക് വേറെ കാരണമാണുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കുക. അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇതിൽ ഏത് ആളാണെന്നുള്ളത് എനിക്കറിയില്ല, അതും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാനായിട്ട് മറക്കാതിരിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്